നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും സ്വാഗതം. ഇന്നത്തെ ക്ഷേത്രം അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം ആണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. കേരളത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത്. ആരണ്യ ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താ സങ്കല്പമാണ്. പത്നി സമേതനായ ശാസ്താവിന്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12 ആണ്. പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ക്ഷേത്രത്തിൽ എത്താം. ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ. മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ്. 3-ാം ഉത്സവ ദിവസം മുതൽ ചെറിയ തേരിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും കയ്യിലേന്തിയ ശാസ്താവിന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു. ഇതിന് മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞു വരുന്നത്. 9-ാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത്. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിനും ഇവിടുത്തെ രേവതി പൂജയിൽ എന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട്. അയ്യപ്പന്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നു. കറുപ്പസ്വാമി, കറുപ്പായിയമ്മ, ചേപ്പാറമുണ്ടൻ, ചേപ്പാണിമാടൻ, കാളമാടൻ, കൊച്ചിട്ടാണൻ അല്ലെങ്കിൽ കൊച്ചിട്ടി നാരായണൻ, ശിങ്കിലി ഭൂതത്താൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടേതാണ് ഈ പ്രതിഷ്ഠകൾ. ചതുർബാഹുവായ വിഷ്ണുവിൻ്റെയും ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഇക്കൂട്ടത്തിലുണ്ട്. വിഷഹാരിയാണ് അച്ചൻകോവിൽ ശാസ്താവ് എന്നാണ് വിശ്വാസം. ശാസ്താവിന്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ അവശ്യ മാത്രയിൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. വിഷമേറ്റു വരുന്നവർക്ക് കിഴക്കേ ഗോപുരനടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം. വിഷമേറ്റു വരുന്നവർക്ക് ശാസ്താ വിഗ്രഹത്തിന്റെ വലത് കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് നൽകും. ചികിത്സാ സമയത്ത് ആഹാരത്തിന് കഠിന നിയന്ത്രണമുണ്ട്. ആദ്യ ദിവസം കടും ചായ മാത്രം, പിന്നീടുള്ള ദിവസം ഉപ്പു ചേർക്കാത്ത പൊടിയരിക്കഞ്ഞി. ദാഹിക്കുമ്പോൾ ക്ഷേത്ര കിണറ്റിലെ ജലം മാത്രം. വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ. കേരളത്തിൽ രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് അച്ചൻകോവിൽ. ക്ഷേത്ര നടയിൽ അലങ്കരിച്ചു നിർത്തിയ രഥത്തിലേക്ക് 12 മണിയോടുകൂടി മണിമുത്തയ്യനെ അല്ലെങ്കിൽ അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നതോടുകൂടി ചടങ്ങുകൾ തുടങ്ങും. രഥത്തിനിരുവശവും കെട്ടിയ ചൂരൽ വള്ളി ഭക്തർ കൈകളിലേന്തി മന്ത്രധ്വനിയും ശരണം വിളികളും കുരവയും ഉയർത്തും. കാന്തമലയിൽ നിന്ന് അയ്യപ്പൻ കൊടുത്തയച്ച തങ്കവാളും കൈകളിലേന്തി എക്സിക്യൂട്ടീവ് ഓഫീസർ മുന്നിലും പിന്നിലായി കറുപ്പനും കോന്നിയിൽ നിന്നെത്തിച്ച അന്നക്കൊടിയും ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ രഥത്തിൽ അയ്യപ്പൻ സഞ്ചരിക്കും. ക്ഷേത്രത്തിന് ചുറ്റുമായുള്ള രഥവീതിക്കിരുവശവും സമീപത്തെ മരങ്ങൾക്കു മീതെയും ഭക്തർ നിരക്കും. പടിഞ്ഞാറേ നടയിലെ അമ്മൻ കോവിലിൽ എത്തുമ്പോൾ കറുപ്പൻ ഉറഞ്ഞു തുള്ളും. വടക്കേ നടയിൽ എത്തുമ്പോൾ രഥം 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. അയ്യപ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായും എന്നാൽ നാട്ടുകാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതായുമുള്ള ഐതിഹ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു വലം വയ്ക്കുന്നതോടുകൂടി എഴുന്നള്ളത്ത് അവസാനിക്കും. നന്ദി, നമസ്കാരം.